Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. 2025-26 വാർഷിക പദ്ധതി ചിലവിൽ പയ്യന്നൂർ നഗരസഭയ്ക്ക് ചരിത്ര നേട്ടം. ആകെ വകയിരുത്തിയ 15.34 കോടി രൂപയിൽ 12.68 കോടി രൂപ ചിലവഴിച്ചാണ് പയ്യന്നൂർ നഗരസഭ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. പാർട്ടിയെ വെല്ലുവിളിച്ച് ആർക്കും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാകില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. അതിനുദാഹരണമാണ് MV രാഘവൻ. ആരു പോയാലും ഈ പാർട്ടി തകരില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യാശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. ഇടതുപക്ഷം ജനങ്ങളുടെ മുകളിൽ പാർട്ടി ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണെന്നും അതുമാറ്റി ജനാധിപത്യത്തിലൂടെ UDF വിജയിക്കുമെന്നും രാജീവൻ കപ്പച്ചേരി പറഞ്ഞു. പൂരോത്സവം കഴിഞ്ഞതോടെ മാടായിപ്പാറ മാലിന്യപ്പാറയായി മാറി. പൂരച്ചന്തയ്ക്കു ശേഷം മാടായിപ്പാറയിൽ ശുചീകരണ പ്രവൃത്തി നടത്താത്തതാണ് പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണം. വാർത്തകൾ വിശദമായി. 2025-26 വാർഷിക പദ്ധതി ചെലവിൽ പയ്യന്നൂർ നഗരസഭയ്ക്ക് ചരിത്ര നേട്ടം. ആകെ വകയിരുത്തിയ 15.34 കോടി രൂപയിൽ 12.68 കോടി രൂപ ചെലവഴിച്ചാണ് പയ്യന്നൂർ നഗരസഭ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. 2025-26 വാർഷിക പദ്ധതി ചെലവിൽ പയ്യന്നൂർ നഗരസഭയ്ക്ക് ചരിത്ര നേട്ടം. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകളിലും 87 നഗരസഭകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 6 കോർപ്പറേഷനുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലുമായി പയ്യന്നൂർ നഗരസഭ 82.66% ചെലവുമായി സംസ്ഥാനത്ത് ഒന്നാമതായി. കഴിഞ്ഞ ഭരണസമിതി ശ്രീ KV ലളിത ചെയർമാനായിട്ടുള്ള ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും പിന്നീട് വന്നിട്ടുള്ള പുതിയ ഭരണസമിതിയും ചേർന്നാണ് ഈ ഒരു പുതിയ നേട്ടം പയ്യന്നൂർ മുനിസിപ്പാലിറ്റിക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. 15 കോടിയാണ് കഴിഞ്ഞ ബജറ്റായി നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഏതാണ്ട് 12.5 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് സംസ്ഥാനത്തെ ആയിരക്കണക്കിന് പ്രദേശ സ്ഥാപനങ്ങളിൽ 1-ാം നമ്പർ സ്ഥാനത്തേക്ക് പയ്യന്നൂർ മുനിസിപ്പാലിറ്റി വന്നിട്ടുള്ളത്. 83.1% പദ്ധതി ചെലവാണ് പയ്യന്നൂർ നഗരസഭ ഉണ്ടായിട്ടുള്ളത്. ആകെ വകയിരുത്തിയ 15.34 കോടി രൂപയിൽ 12.68 കോടി രൂപ ചെലവഴിച്ചു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് ചെയർമാൻ സരിൻ ശശി നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാർട്ടിയെ വെല്ലുവിളിച്ച് ആർക്കും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാകില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. അതിന് ഉദാഹരണമാണ് MV രാഘവൻ. ആരു പോയാലും ഈ പാർട്ടി തകരില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടിയെ വെല്ലുവിളിച്ച് ആർക്കും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാകില്ല. അതിനുദാഹരണമാണ് MV രാഘവൻ. കേരളത്തിലെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരുന്ന ആളായിരുന്നു അദ്ദേഹം. പാർട്ടിയെ നോക്കിയാണ് മരിച്ചത്. പിന്നീടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തെ പാർട്ടി സ്വീകരിക്കുമായിരുന്നു. ആരു പോയാലും പാർട്ടി തകരില്ല. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ കേരളത്തെ മാത്രമല്ല, അത് രാജ്യത്തെ തന്നെ ബാധിക്കും. പാർലമെന്റിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനക്കുറവാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നം. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് നാടിന്റെ ആകെ ദോഷമായി തീരുമെന്നും EP ജയരാജൻ പറഞ്ഞു.
ഒരു കാലത്ത് 44 ഇടതുപക്ഷക്കാർ CPMകാർ പാർലമെൻറ്റിലുണ്ടായിരുന്നു. അന്നത്തെ പാർലമെൻറ്റാണ് ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. ആ പാർലമെൻറ്റാണ് വികസന രംഗത്ത് വലിയ സംഭാവന നൽകിയത്. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കൊണ്ടെന്ന് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ സാധിച്ചു. ഈ നാടിനെ സംരക്ഷിച്ചു. ആ ഇടതുപക്ഷം ദുർബലപ്പെട്ട് വർഗീയ കലാപങ്ങൾ രാജ്യം ശിഥിലമാകുന്നു. ആരുണ്ട് ഈ നാടിനെ രക്ഷിക്കാൻ? അതുകൊണ്ട് ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ അത് ജനങ്ങളുടെ നഷ്ടമായിരിക്കും, ജനങ്ങളുടെ ദോഷമായിരിക്കും, നാടിൻ്റെ ആകെ ദോഷമായിരിക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരും നിർവഹിക്കേണ്ട ദൗത്യം. ആ ദൗത്യം ജനങ്ങൾ നിർവഹിക്കും. കല്യാശ്ശേരി മണ്ഡലത്തിൽ കായിക, സാംസ്കാരിക, കാർഷിക രംഗത്ത് ഉൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷൻ കല്യാശ്ശേരി 2K2631 തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് പ്രകാശനം ചെയ്തത്. N. സുകന്യ, K. പത്മനാഭൻ, V. വിനോദ്, P. ഗോവിന്ദൻ, ബാബു രാജേന്ദ്രൻ, PP ഷാജിർ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കല്യാശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. ഇടതുപക്ഷം ജനങ്ങളുടെ മുകളിൽ പാർട്ടി ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അതുമാറ്റി ജനാധിപത്യത്തിലൂടെ UDF വിജയിക്കുമെന്ന് അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി പറഞ്ഞു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസവും പ്രതീക്ഷയുമുണ്ട്. കല്യാശ്ശേരി മണ്ഡലത്തിൽ വിജയം സുനിശ്ചിതമാണെന്നും ഇടതുപക്ഷം ജനങ്ങളുടെ മുകളിൽ പാർട്ടി ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണെന്നും അതുമാറ്റി ജനാധിപത്യത്തിലൂടെ UDF വിജയിക്കുമെന്നും കല്യാശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ പാർട്ടി അടിമച്ചങ്ങല പൊട്ടിച്ചാണ് പലരും മുന്നിലേക്ക് വരുന്നത്. പയ്യന്നൂരിലെയും തളിപ്പറമ്പിലെയും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ അതിന് ഉദാഹരണമാണെന്നും രാജീവൻ കപ്പച്ചേരി കൂട്ടിച്ചേർത്തു. ഈ പ്രദേശമായി ഞാൻ പഠിക്കുന്ന കാലം മുതലേ ഉള്ള ബന്ധമുള്ള പ്രദേശമാണ്. സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാകും എന്നൊക്കെ പറയാനുള്ളത്. മാത്രമല്ല, സാധാരണക്കാരുടെ നടപ്പാത, കുടിവെള്ളം, അതുപോലെ തന്നെ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അതുപോലെ ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എന്റെ ചെറുപ്പം കാലം മുതൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കോളനികളുടെ വികസനത്തിനും ഒക്കെ തന്നെ എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ബുധനാഴ്ച ചെറുകുന്ന മാട്ടൂർ ഭാഗങ്ങളിലാണ് സ്ഥാനാർത്ഥി വാഹന പ്രചരണ ജാഥ നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. രാമന്തളിയിൽ കോൺഗ്രസിന്റെ കൊടിമരവും UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി V. കുഞ്ഞികൃഷ്ണന്റെ പ്രചരണ ബോർഡും നശിപ്പിച്ച നിലയിൽ പോലീസിൽ പരാതി നൽകി. രാമന്തളിയിൽ കോൺഗ്രസിന്റെ കൊടിമരവും UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡും നശിപ്പിച്ചു. രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിന് സമീപത്തെ കോൺഗ്രസ് ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സ്ഥാപിച്ച കൊടിമരവും ഇവിടെ സ്ഥാപിച്ച UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി V. കുഞ്ഞികൃഷ്ണന്റെ പ്രചരണ ബോർഡുമാണ് നശിപ്പിച്ചത്. രാമന്തളി സെൻട്രലിൽ സ്ഥാപിച്ച പ്രചരണ ബോർഡും നശിപ്പിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. ഇത് സംബന്ധിച്ച് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. നമ്മുടെ പ്രിയപ്പെട്ട CPMൻ്റെയും ഇടതുപക്ഷ സുഹൃത്തുക്കളും ബംഗാളിനെ ഓർക്കുന്നത് നല്ലതായിരിക്കും. 35 വർഷക്കാലം ബംഗാൾ ഭരിച്ച് ബംഗാളിൽ ഇതുപോലെ ബോർഡുകൾ നശിപ്പിച്ച്, കൊടികൾ നശിപ്പിച്ച്, അവിടെ ഗാന്ധിജിയുടെ പ്രതിമ നശിപ്പിച്ച് മുമ്പോട്ട് പോയി. ആ CPMനെ ഇന്ന് ബംഗാളിൽ കാണാനില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ CPM ഉണ്ടാകണം, ഇടതുപക്ഷം ഉണ്ടാകണം. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. നമുക്ക് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ നേരിടാം. സമാധാനപരമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ കടന്നു വരണം. ഈ പ്രദേശത്ത് സമാധാന അന്തരീക്ഷം തകർക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടത്തരുത്. പോലീസ് കാര്യക്ഷമമായി ഇടപെടണം. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഗാന്ധി പ്രതിമ തകർത്തിട്ട് ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പോലീസ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പോലീസ് ഇതിൽ ശക്തമായി ഇടപെട്ടില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വവും ഐക്യ ജനാധിപത്യ മുന്നണിയും ശക്തമായി ഇത്തരം നടപടികൾക്കെതിരെ പ്രതികരിക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. DCC സെക്രട്ടറി KK സുരേഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് PV സുരേന്ദ്രൻ, KM തമ്പാൻ, MK പ്രിയേഷ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വെള്ളൂർ ചന്ദൻകുഞ്ഞി സ്മാരക ഹാളിന് സമീപം CPIM പ്രവർത്തകൻ VK കൃഷ്ണന്റെ വീട്ടുമുറ്റത്തെ ചെടികളും ചെടിച്ചട്ടികളും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച നിലയിൽ പയ്യന്നൂർ പോലീസിൽ പരാതി നൽകി. അറിഞ്ഞാണ് ഇന്നലെ രാത്രി 11:30 മണിക്കാണ് കിടക്കുന്നത്. നമ്മൾ 11 മണി സാധാരണ 10-11 മണിക്ക് തന്നെ കിടക്കല്. ഇന്നലെ ശേഷം കുറച്ചും കൂടി ചൂടെല്ലായതുകൊണ്ട് കുറച്ചും കൂടി വൈകിട്ടാണ് കിടന്നത് വൈകുന്നേരമൊക്കെ. അപ്പോൾ രാവിലെ ഒരു 6 മണിക്കാണ് ഇത് കാണുന്നത്. ഭാര്യ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഇത് ഇവിടെ
പൊരിച്ചിട്ടത് കണ്ടു. അപ്പോൾ എന്നെ വിളിച്ചു. ഞാനും ഒരു 6-6:15 അറിയലുണ്ട്. അന്നേരം പാലുകാരനും വരുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് നോക്കി. അങ്ങനെ എല്ലാം അത് ഈ പറങ്കി തൈയെല്ലാം പൊരിച്ചിട്ട് അതുപോലെ തന്നെ ചട്ടി വലിച്ചിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ആരെയും നമുക്കിങ്ങനെ കണ്ടിട്ടൊന്നും ഒച്ചയൊന്നും കേട്ടിട്ടില്ല. ഈ സമയത്തൊന്നും പറയാനും കഴിയില്ല. ഏതായാലും 12 മണിക്കും ഈ ഒരു 4 മണിക്ക് 5 മണിക്കുള്ളിൽ ഇടയായാലും ആവാനാണ് സാധ്യത. പിന്നെ 4-5 മണി കഴിഞ്ഞാൽ പിന്നെ ഏകദേശം നാട് നടക്കാനും മറ്റുള്ള ആൾക്കാരെല്ലാം പോകുന്നൊരു സമയമാണ്. ആ സമയത്തൊന്നും ചെയ്യാൻ സാധ്യതയില്ല. രാത്രിക്കായിരിക്കും, പാതിരാത്രിക്കായിരിക്കും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ആരെയും ഇതിൽ സംശയമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ച് ആരോടും നമുക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് തോന്നുന്നത്. പരാതി വന്നിട്ട് പോലീസിൽ കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്നിട്ടുണ്ട്, അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പോലീസ് ചെയ്യും. മറ്റു ഇത് നമുക്ക് ലേശം താല്പര്യമുള്ള വിഷയമാണ് ഈ കാർഷിക രംഗത്ത്. അങ്ങനെ അതുകൊണ്ട് ഇടപെടൽ നടത്തലുണ്ട് ഞാൻ നല്ല രീതിയിൽ. അതൊരു പ്രയാസം ഭയങ്കരമായിട്ട് മാനസികമായിട്ട് രാവിലെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പൂരോത്സവം കഴിഞ്ഞതോടെ മാടായിപ്പാറ മാലിന്യപ്പാറയായി മാറി. പൂരച്ചന്തയ്ക്കു ശേഷം മാടായിപ്പാറയിൽ ശുചീകരണ പ്രവൃത്തി നടത്താത്തതാണ് പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണം. പൂരച്ചന്തയുടെ ഭാഗമായി 100 കണക്കിന് കച്ചവടക്കാരാണ് മാടായിപ്പാറയിൽ എത്തിയത്. കച്ചവടം തകൃതിയായി നടന്നു. എന്നാൽ അതിനുശേഷമുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളുമെല്ലാം പാറയിൽ തള്ളിയ നിലയിലാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പവിത്രമായ തടാകത്തിലും ഒഴുകി നടക്കുന്നു. മാടായിപ്പാറയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടിയത് വൻ പാരിസ്ഥിതിക പ്രശ്നത്തിനു തന്നെ വഴിയൊരുക്കും. മഴ കൂടിയെത്തിയാൽ മാലിന്യങ്ങൾ കുന്നിൻ ചെരുവുകളിലെ വീടുകളിലേക്കും ജലസ്രോതസ്സുകളിലേക്കും ഒഴുകിയെത്തും. മാടായിപ്പാറയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കഴിഞ്ഞ 9 നാൾ വടക്കൻ കേരളത്തിൽ നിറഞ്ഞു നിന്ന പൂരോത്സവം സമാപിച്ചു. ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരാൻ ആവശ്യപ്പെട്ട് ബാലികമാർ കാമദേവനെ യാത്രയാക്കി. കളി കാണാനെത്തിയ മഹാസഭയെയും പന്തലിൽ വെച്ച വിളക്കിനെയും സജ്ജനങ്ങളെയും വന്ദിച്ചുകൊണ്ട് 9 നാൾ വടക്കൻ കേരളത്തിൽ രാപ്പകൽ നിറഞ്ഞു നിന്ന പൂരോത്സവം സമാപിച്ചു. പൂരംകുളി ദിവസം പുലർച്ചെ മുതൽ പൂരോത്സവ ക്ഷേത്രങ്ങളിൽ വിവിധങ്ങളായ ചടങ്ങുകളും പൂജകളും നടന്നു. കാർത്തിക നക്ഷത്രം മുതൽ ക്ഷേത്രങ്ങളിലും കാവുകളിലും വീടുകളിലും ബാലികമാർ കാമദേവ പൂജയ്ക്കായി അർപ്പിച്ച പൂക്കൾ പൂരംകുളി ദിവസം കാമദേവ രൂപമുണ്ടാക്കി ഇനിയത്തെ കൊല്ലം നേരത്തെ കാലത്തെ വരണേ കാമ, നേരെ വടക്കോട്ട് പോണേ കാമ, തെക്കിൻ ദിക്കില് പോകല്ലേ കാമ എന്ന അഭ്യർത്ഥനയോടെ കാമദേവനെ യാത്രയാക്കിയതോടെയാണ് പൂരോത്സവം സമാപിച്ചത്. കാമദേവന് പൂരക്കഞ്ഞിയും പൂരാടയും നിവേദിക്കും. ഉപ്പിലയിലയിൽ അരിപ്പൊടിയും തേങ്ങയും വെല്ലവും ചേർത്തുണ്ടാക്കുന്ന മധുര പലഹാരമാണ് പൂരാട. നെറ്റ്വർക്ക് ന്യൂസ്, കരിവേള്ളൂർ. തൃക്കരിപ്പൂർ മുറക്കാട് തെക്കേവീട് തറവാട്ടിൽ മുറതെറ്റാതെ ഇക്കൊല്ലവും കാമദേവ രൂപമൊരുക്കി. നരയൻപൂ, ചെക്കി, ചെമ്പകം, എരിക്ക് തുടങ്ങിയ പൂക്കൾ ഉപയോഗിച്ചൊരുക്കുന്ന വലുപ്പമേറിയ ഈ കാമദേവന്റെ രൂപം വിസ്മയവും ഏറെ സുന്ദരവുമാണ്. ഉത്തര മലബാറിലെ പൂരോത്സവത്തിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ മുറക്കാട് തെക്കേവീട് തറവാട്ടിൽ പതിവ് തെറ്റാതെ കാമരൂപമൊരുക്കി. വീടുകളിൽ ഒരുക്കുന്ന കാമരൂപങ്ങളിൽ വലിപ്പം കൊണ്ട് വേറിട്ട് നിൽക്കുന്നതാണ് തൃക്കരിപ്പൂരിലെ ഈ കാമരൂപം. നരയൻ, ചെക്കി, ചെമ്പകം, എരിക്ക് തുടങ്ങിയ പൂക്കളാണ് കാമരൂപം തയ്യാറാക്കാൻ ഉപയോഗിച്ചത്.
തൃക്കരിപ്പൂർ മുറക്കാട് തെക്കേവീട് തറവാട്ടിൽ തയ്യാറാക്കിയ ഈ കാമരൂപം കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തറവാട്ടിൽ എത്തിച്ചേർന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ശില്പകലയിൽ വിസ്മയം തീർക്കുന്ന ഒരു കലാകാരൻ. കേരളവർമ്മ പഴശ്ശിരാജയുടെ ഉൾപ്പെടെ നിരവധി ശില്പങ്ങൾ ചെയ്ത ഇദ്ദേഹം ഗുരുവായൂരപ്പനെ നിർമ്മിക്കുന്ന തിരക്കിലാണ്. കാണാം പ്രശാന്ത് ചെറുതാഴത്തിന്റെ ശില്പങ്ങളുടെ കാഴ്ചകൾ. ശില്പകലയിൽ വിസ്മയം തീർക്കുന്ന ഒരു കലാകാരൻ പ്രശാന്ത് ചെറുതാഴം. ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു ശില്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞാൻ അമ്പരന്ന് പോയി. ഒരുപാട് ശില്പങ്ങൾ ഇവിടെ മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ പ്രശാന്ത് ചെറുതാഴം, ആ ശില്പി. ഈ ഒരു മേഖലയിലേക്ക് എപ്പോഴാണ് എത്തിച്ചേർന്നത്? ഞാൻ ഏകദേശം ഒരു 18-19 വയസ്സിലാണ് ഇറങ്ങുന്നത്. ഓക്കെ, ഏകദേശം ഒരു 20 വർഷത്തോളമായി ഏകദേശം. ഇവിടെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ കണ്ടു മോദിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയ്ക്ക് അദ്ദേഹം ഒരു ഗിഫ്റ്റ് സമ്മാനിക്കുന്നത്. അതെങ്ങനെ കിട്ടിയതാ? അത് മോദിജിയുടെ ഗുരുവിൻ്റെ ശില്പം ചെയ്ത് ഞാൻ കൊടുത്തതാണ് അങ്ങോട്ട്, പ്രമുഖ സ്വാമി മഹാരാജ് എന്ന് പറയുന്നത്. അത് കമ്മീഷണർ ഒരു മോഹൻ ബാബു എന്ന് പറയുന്ന ഒരാൾ മോദി ഇവിടെ കേരളത്തിൽ വരുമ്പോൾ കൊടുക്കാനുള്ള ഒരു അവസരം ആക്കി തന്നു. അങ്ങനെ കൊടുത്തതാണ് അത്. ഓക്കെ, പഴശ്ശിരാജയുടെ ഒക്കെ ശില്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? അത് മട്ടന്നൂർ നഗരസഭ തീരുമാനിച്ചിട്ട് അവിടെ ഒരു പഴശ്ശിരാജയുടെ ഒരു ശില്പം ചെയ്ത് വെക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ കുറച്ച് ശില്പികളെ വിളിച്ച് അതിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്ത് അങ്ങനെ ഒരു 8 അടി പേരുള്ള പഴശ്ശിരാജ ജീവിച്ചിരിക്കുന്ന അതേ ആളുടെ വലുപ്പത്തിൽ തന്നെ ചെയ്തു. അങ്ങനെ അവിടെ മട്ടന്നൂർ നഗരസഭയിൽ അത് സ്ഥാപിച്ചിട്ടുണ്ട്. ആരാണ് ഈ ശില്പകലയിലെ ഗുരു? ആരാണ്? ശില്പകലയിൽ ആദ്യം അച്ഛൻ്റെ കൂടെ ഡോർ കാർവിങ് അങ്ങനെ അതിനിറങ്ങി. പിന്നീട് വിശ്വനാഥൻ എന്ന് പറയുന്ന ആളുടെ കൂടെ, പിന്നെ പരിയാരം പവിത്രൻ, വിശ്വനാഥൻ, പിന്നെ രാമമൂർത്തി സാറുണ്ട് ബാംഗ്ലൂരിലെ സാറിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗുരുനാഥന്മാർ ഒരുപാട് ആളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗുരുവായൂരപ്പൻ്റെ ശില്പം എന്തിനു വേണ്ടി ചെയ്തത്? ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണോ? ഇത് ഓർഡർ ഉള്ളത് ചെയ്താൽ ബാംഗ്ലൂർ ഒരു വീട്ടിലേക്ക് അവർ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അങ്ങനെ ചെയ്തവർക്കായത്. ഓക്കെ, ഇപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു മോഹൻലാലിന് ഒരാൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ശില്പമൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചോ? മോഹൻലാലിന് ഞാൻ ഓൾറെഡി ഒരു ശില്പം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മാമാനത്ത് അദ്ദേഹം വന്നപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന പ്രതിഷ്ഠാ വിഗ്രഹം കണ്ടിട്ട് എന്നെ വിളിച്ച് ഏൽപ്പിച്ചു ഒരു വരാഹി ശില്പം. അത് ഓൾറെഡി ചെയ്ത് കൊടുത്തു. രണ്ടാമതൊരു വർക്ക് ഇപ്പോൾ ഒരു മോഹിനിയുടെ രൂപം ചെയ്യുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേരുന്നത് എപ്പോഴാണ്? ചെറുപ്പത്തിലേ വരയൊക്കെ ഉണ്ട്. പിന്നെ ബ്രഷ്മാൻ സ്കൂൾ ഓഫ് ആർട്സിൽ 2 വർഷം വരയ്ക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പണി ഇതാണ്, ആശാരിപ്പണിയാണ് പാരമ്പര്യമായിട്ടുള്ളത്. അതിലൂടെ അങ്ങനെ ശില്പത്തിലേക്ക് കടന്നു. ഓക്കെ, ഇപ്പോൾ ഏത് ശില്പം എടുത്താലും ഓരോ ശില്പത്തിൻ്റെ ഫീച്ചേഴ്സും മൈന്യൂട്ടായിട്ടുള്ള ഓരോ സംഭവങ്ങൾ പോലും അത്രയും പെർഫെക്ഷനോടെയാണ് ഓരോന്നും ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ആരെങ്കിലും പറഞ്ഞു തരാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്? ഗുരുനാഥന്മാരിൽ എപ്പോഴും നിർദ്ദേശങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ രാമമൂർത്തി സാറിൻ്റെ ശില്പങ്ങൾ കണ്ടാണ് ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് എല്ലാ ശില്പത്തിൻ്റെയും ഉപദേശം ഞാൻ തേടാറുണ്ട്. കാണുന്ന ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ കണ്ട് പഠിക്കും അത്ര തന്നെ. ഓക്കെ, എന്തായാലും ഈ ഒരു ശില്പത്തിൻ്റെ കാഴ്ചകൾ മാത്രമല്ല മറ്റൊരുപാട് ശില്പങ്ങൾ ഇവിടെ എത്തുന്നവർക്ക് കാണാൻ സാധിക്കും. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. റോഡരികിൽ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ പഴിച്ചിയിൽ അങ്കണവാടിക്ക് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്യുന്നത്. പിലാത്തറ മാതമംഗലം റോഡിൽ പഴിച്ചിയിൽ അങ്കണവാടിക്ക് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻ മരം സ്ഥിതി ചെയ്യുന്നത്. മരം ഉണങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും ഇനിയും ഇത് മുറിച്ചുമാറ്റാൻ നടപടിയായിട്ടില്ല. നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കമുള്ളവർ കാൽനടയായി പോകുന്ന റോഡരികിലാണ് ഈ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ റോഡിൽ മാതമംഗലം ഭാഗത്ത് ഉണങ്ങിയ മരം വീണ് തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. അതിനാൽ തന്നെ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഈ മരം എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ഇൻഡസ്ട്രിയൽ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ KK റെസിഡൻസിയിൽ നടന്നു. മുൻ സംസ്ഥാന പ്രസിഡന്റ് CJ വത്സൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള ഇൻഡസ്ട്രിയൽ ലോണ്ടറി ആൻഡ് ഡ്രൈ ക്ലീനേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം പയ്യന്നൂർ KK റെസിഡൻസിയിൽ വെച്ച് നടന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 300ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. സമ്മേളനം മുൻ സംസ്ഥാന പ്രസിഡന്റ് CJ വത്സൻ ഉദ്ഘാടനം ചെയ്തു.
700 മെമ്പർമാർ ആയിട്ട്. പക്ഷേ ഇതുകൊണ്ട് പോരാ, നമ്മൾക്ക് നമ്മുടെ മെമ്പർഷിപ്പ് ഏകദേശം 10,000 പേരെങ്കിലും ഇന്ന് ഈ ബിസിനസ് ചെയ്യുന്നവർ കേരളത്തിൽ അങ്ങോളം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടന കെട്ടുറപ്പില്ലാത്തതിൻ്റെ പേരിൽ തന്നെ നമ്മൾക്ക് ലഭ്യമാക്കേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ ഒന്നും നമുക്ക് ഒരിക്കൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സമത് താനൂർ, സംസ്ഥാന സെക്രട്ടറി ഫിലിപ്പ് പത്തനംതിട്ട, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഷീർ തൃശൂർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സന്തോഷ് PA, സംസ്ഥാന എക്സിക്യൂട്ടീവ് രാജീവൻ കൊടുങ്ങല്ലൂർ, സജ്ജീൻ JS എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം പയ്യന്നൂർ ഏരിയ കമ്മിറ്റി DK മുഖർജി അനുസ്മരണം സംഘടിപ്പിച്ചു. രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം ചെയ്തു. കേരള ഗ്രാമീൺ ബാങ്ക് റിട്ടയറീസ് ഫോറം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാമന്തളി പ്രതീക്ഷ ബഡ് സ്കൂളിൽ വെച്ച് DK മുഖർജി അനുസ്മരണം സംഘടിപ്പിച്ചു. അനുസ്മരണ പരിപാടി രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OK ശശി ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായിട്ടും ഇന്ന് ഇപ്പോൾ ബാങ്കിങ് മേഖലക്കാലത്തേക്ക് വരുന്ന പുതുതലമുറയിൽപ്പെട്ടിട്ടുള്ള ജീവനക്കാർ എന്ന രീതിയിലേക്ക് അതിനു മുമ്പേ തന്നെ സ്ഥാപനങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്നതിന് നിർണായകമായ രീതിയിലേക്കുള്ള പങ്കുവഹിച്ച ആളുകളെ അനുസ്മരിക്കുക, ഓർമ്മിക്കുക എന്നത് ചിലപ്പോൾ അതിനകത്ത് എനിക്കും സാധ്യത വളരെ കുറഞ്ഞു വരികയാണ്. ചിലപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുമ്പോൾ പുതിയൊരു തലമുറ. KGBRF സംസ്ഥാന വൈസ് പ്രസിഡന്റ് CP നരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബഡ് സ്കൂൾ പ്രിൻസിപ്പൽ സിമി അധ്യക്ഷത വഹിച്ചു. ദാമോദരൻ PP, ജിതിൻ, K രാഘവൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ബഡ് സ്കൂളിലെ കുട്ടികളും ഗ്രാമീൺ ബാങ്ക് റിട്ടയർഡ് ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികളും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. റോഡ് തകർന്ന വാഹനയാത്ര ദുരിതമാകുന്നു. പാണപ്പുഴ കച്ചേരിക്കടവ് ചെറുവിച്ചേരി റോഡാണ് തകർന്ന് യാത്ര ദുസ്സഹമായി മാറുന്നത്. ദിനേന നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡ് കൂടിയാണിത്. പാണപ്പുഴ കച്ചേരിക്കടവ് ചെറുവിച്ചേരി റോഡ് തകർന്ന് വാഹനയാത്ര ദുസ്സഹമായി മാറി. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്നതും ദിനംപ്രതി നിരവധി പേർ യാത്ര ചെയ്യുന്ന റോഡ് കൂടിയാണിത്. കച്ചേരിക്കടവ് മുതൽ ഭൂതാനം വരെയുള്ള ഭാഗത്താണ് റോഡ് പ്രധാനമായും തകർന്നിട്ടുള്ളത്. റോഡ് തകർന്ന് ജില്ലിക്കല്ലുകൾ ഇളകിയ നിലയിലാണ്. ഇതിനാൽ തന്നെ വാഹനയാത്ര ദുരിതമായി മാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതർ റോഡ് നന്നാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സാമൂഹികവും മാനസികവുമായ വളർച്ച ലക്ഷ്യമാക്കി കളിയരങ്ങ് സർഗാത്മക ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സബിത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സാമൂഹികവും മാനസികവുമായ വളർച്ച ലക്ഷ്യമാക്കി കളിയരങ്ങ് സർഗാത്മക ക്യാമ്പ് 2026 ഏപ്രിൽ 1 ബുധനാഴ്ച പയ്യന്നൂർ BEMLP സ്കൂളിൽ സംഘടിപ്പിച്ചു. പയ്യന്നൂർ സബ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും BRC പ്രവർത്തകരും ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സാമൂഹിക ഇടപെടലുകൾക്ക് അവസരമൊരുക്കുക, അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, സ്വയം പര്യാപ്തത വളർത്തുക എന്നിവയാണ്. പ്രശസ്ത നാടൻപാട്ട് കലാകാരന്മാരായ രാഹുൽ ഉദിനൂർ, സുജേഷ് തടിയൻകോവൽ എന്നിവരുടെ നേതൃത്വത്തിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും കഥയും കളിയും അരങ്ങുമായി അഭിനയകളരിയും, തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം BRC ട്രെയിനർ സൈനുദ്ദീൻ മാഷ്, മിനി ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ കളിയങ്കണം കായിക പരിശീലന പരിപാടിയും കുന്നത്തരു ദുർഗ കളരിപ്പയറ്റ് സംഘത്തിന്റെ കളരി അഭ്യാസ പ്രകടനവും സംഘടിപ്പിച്ചു. കണ്ണൂർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സബിത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ KKP സംഗീത ടീച്ചർ ക്യാമ്പ് സന്ദർശിച്ചു. പ്രത്യേക പരിഗണന അർഹിക്കുന്ന 50 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും BRC പ്രവർത്തകരുമടക്കം 150 പേർ ക്യാമ്പിൽ പങ്കാളികളായി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2025-26 വാർഷിക പദ്ധതി ചിലവിൽ പയ്യന്നൂർ നഗരസഭയ്ക്ക് ചരിത്ര നേട്ടം. ആകെ വകയിരുത്തിയ 15.34 കോടി രൂപയിൽ 12.68 കോടി രൂപ ചിലവഴിച്ചാണ് പയ്യന്നൂർ നഗരസഭ 1ാം സ്ഥാനത്ത് എത്തിയത്. പാർട്ടിയെ വെല്ലുവിളിച്ച് ആർക്കും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാകില്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ.
അതിനുദാഹരണമാണ് MV രാഘവൻ. ആരു പോയാലും ഈ പാർട്ടി തകരില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യാശ്ശേരി മണ്ഡലം UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രാജീവൻ കപ്പച്ചേരി വാഹന പ്രചരണ ജാഥ ആരംഭിച്ചു. ഇടതുപക്ഷം ജനങ്ങളുടെ മുകളിൽ പാർട്ടി ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണെന്നും അതുമാറ്റി ജനാധിപത്യത്തിലൂടെ UDF വിജയിക്കുമെന്നും രാജീവൻ കപ്പച്ചേരി പറഞ്ഞു. പൂരോത്സവം കഴിഞ്ഞതോടെ മാടായിപ്പാറ മാലിന്യപ്പാറയായി മാറി. പൂരച്ചന്തയ്ക്കു ശേഷം മാടായിപ്പാറയിൽ ശുചീകരണ പ്രവൃത്തി നടത്താത്തതാണ് പ്രദേശത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.